നമസ്കാരം. തെരഞ്ഞെടുപ്പ് അടുക്കുന്നു. ഉത്സാഹത്തോടെ അല്ലെങ്കിൽ ആശങ്കയോടെ അതുമല്ലെങ്കിൽ നിരാശയോടെ തന്നെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന രാഷ്ട്രീയ കക്ഷികളും നേതാക്കളുമുണ്ട്. ഇത് രണ്ടും പറയുന്നതിൻ്റെ കാരണം, നിരാശയുടെ പറയുന്നതിൻ്റെ കാരണം പലർക്കും അവരുദ്ദേശിക്കുന്ന സീറ്റുകളിൽ മത്സരിക്കാൻ പറ്റാതെ വരികയോ ഉദ്ദേശിക്കുന്ന പാർട്ടിയുടെ തന്നെ സീറ്റ് കിട്ടുമോ, ഇങ്ങനെ പല ഘടകങ്ങൾ പലർക്കും എല്ലാ പാർട്ടികളിലും ഉണ്ടാവും. അവരെയാണ് നിരാശയോടെ കാത്തു സീറ്റ് കിട്ടുമോ ഇല്ലയോ എന്നറിയുന്നത് വരെ ഇവരിൽ പലരും നിരാശയോടെ തന്നെയാണ് കാര്യങ്ങളെ കാണുന്നത്. പലർക്കും അറിയാമായിരിക്കും തങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല, തങ്ങളെക്കാൾ വമ്പന്മാരും കൊമ്പന്മാരും ഈ സീറ്റുകളൊക്കെ കൊണ്ടുപോകും. പക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ചില പ്രത്യേക നിയോജകമണ്ഡലത്തെക്കുറിച്ചൊരു ചർച്ച നമ്മൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മറ്റൊന്ന് പറയാനുള്ളത്, പറവൂരിനെക്കുറിച്ച് ഏറെക്കുറെ പറഞ്ഞു, ഇനി വീണ്ടും വിശദമായി പറയാനുണ്ട്. അതുകൂടാതെ കോൺഗ്രസ്സിൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനം പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന മറ്റൊരു നേതാവാണ് ശ്രീ രമേശ് ചെന്നിത്തല. മുൻ പ്രതിപക്ഷ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് രണ്ടാമത്തെ ടേം പിണറായി വിജയന് കിട്ടുകയും അങ്ങനെ തനിക്ക് കിട്ടുമായിരുന്ന മുഖ്യമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു എന്നുള്ള നിരാശയിൽ കഴിയുന്ന ആളാണ് അദ്ദേഹം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇലക്ഷനിൽ തോറ്റു എന്നുള്ളതിന് ഉത്തരം പറയേണ്ട ആളും ഇവരൊക്കെ തന്നെയാണ്. 2021 അത്രയും മൃഗീയ ഭൂരിപക്ഷത്തിന് കോൺഗ്രസ്സിന് എങ്ങനെ അടിപ്പെടേണ്ടി വന്നു, അല്ലെ പിണറായി വിജയൻ എങ്ങനെ വിജയിക്കാൻ പറ്റി എന്നുള്ളതിന് ഉത്തരം പറയാൻ ബാധ്യസ്ഥരും കൂടിയാണ് ഇങ്ങനെയുള്ള നേതാക്കൾ. എന്നാൽ പോലും അദ്ദേഹം ഹരിപ്പാടാണ് മത്സരിച്ചത്. ഹരിപ്പാട് സാമാന്യം നല്ല വിജയം ഉണ്ടാകാനും സാധിച്ചു. ആ അനുകൂലമായ സാഹചര്യം ഉണ്ടായിട്ട് കൂടി ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ ഭൂരിപക്ഷം കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. മാത്രമല്ല BJP 30,000-ലധികം വോട്ട് പിടിക്കുകയും ചെയ്തു. 2021 30,000 വോട്ട് പിടിക്കുക എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ BJP വിചാരിച്ചാൽ ഹരിപ്പാട് രമേശ് ചെന്നിത്തലയെ തോൽപ്പിക്കാം. CPM-ഉം BJP ആയിട്ടൊരു ധാരണയുണ്ടായാൽ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, ശോഭാ സുരേന്ദ്രനെ പോലെ വോട്ട് ക്യാച്ചിങ് കപ്പാസിറ്റിയുള്ള ഒരു ക്രൗഡ് പുള്ളറായ ഒരു നേതാവ് BJP-യുടെ വന്നാലും ഇതേ പ്രശ്നം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അത് ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ ഏറ്റവും അവസാനം കേൾക്കുന്നത് രമേശ് ചെന്നിത്തലയുടെ സുഹൃത്തുക്കൾ അദ്ദേഹത്തെ ഹരിപ്പാട് നിന്ന് മാറി തിരുവല്ലയിൽ മത്സരിക്കാനാണ് പ്രേരിപ്പിക്കുന്നത്. തിരുവല്ല UDF-ൻ്റെ സേഫ് സീറ്റാണ്. അവിടെ എതിരാളിയായിട്ട് വരാൻ സാധ്യത ജനതാദളിൻ്റെ മാത്യു ടി തോമസാണ്. അപ്പം മാത്യു ടി തോമസിനെ തോൽപ്പിക്കുക പ്രായോഗികമായി എളുപ്പമാണ് എന്നുള്ള കണക്കുകൂട്ടിൽ രമേശ് തിരുവല്ലയിൽ നിന്നും ഹരിപ്പാട് നിന്നും മാറി തിരുവല്ലയിൽ മത്സരിച്ചേക്കും എന്ന ഊഹാപോഹം ഉണ്ട്. തിരുവല്ലയിൽ BJP-യുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് BJP-യുടെ കേന്ദ്ര നേതൃത്വത്തിന് തന്നെ അടുത്ത ആളായ അനൂപാണ് ഹരിപ്പാട് തിരുവല്ലയിൽ മത്സരിക്കാനായിട്ട് സാധ്യതയുള്ള സ്ഥാനാർത്ഥി. അപ്പോൾ അനൂപും മത്സരിക്കുന്ന സമയത്ത് അവിടെയും എന്തെങ്കിലും അണ്ടർ കറൻസ് ഉണ്ടായി CPM BJP ധാരണ ഉണ്ടായാൽ അവിടെയും രമേശ് ചെന്നിത്തലയുടെ പ്രശ്നം വെള്ളത്തിലാവും. പിന്നെ ഒന്ന്, അബിൻ വർക്കയെ പോലെ ചെറുപ്പക്കാരായ നേതാക്കന്മാരവിടെ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അവരുമായി മല്ലടിക്കേണ്ടി വരും. ആർക്ക്? രമേശ് ചെന്നിത്തലയ്ക്ക്. രണ്ടുപേരും ഒരേ ഗ്രൂപ്പിലുള്ളവരാണെങ്കിലും പരസ്പരം മല്ലടിക്കേണ്ടി വരും. ഇനി രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയ ഭാവിയെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പാണിത്. ഇത്തവണ അല്ലെങ്കിൽ ഒരിക്കലും ഇല്ല എന്നുള്ള രീതിയിൽ ആണ് മുഖ്യമന്ത്രി സ്ഥാനം എന്നുള്ളത് അദ്ദേഹത്തിന് കിട്ടാക്കനിയായിട്ട് മാറുമോ? ഈ ചോദ്യം നമ്മുടെ മുമ്പിലുണ്ട്. കിട്ടാക്കനിയായിട്ട് മാറുമോ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ രണ്ടാമത് കേൾക്കുന്ന മറ്റൊരു വാർത്ത രമേശ് ചെന്നിത്തല വിഷയവുമായി ബന്ധപ്പെട്ട് രമേശ് ചെന്നിത്തലയും VD സതീശനുമായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ചർച്ച സമവായ ചർച്ചകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നുവെന്നും ഒത്തുതീർപ്പ് ഫോർമുലയായിട്ട് രമേശ് ചെന്നിത്തല ആക്കാനായിട്ട് ഒരു ധാരണയിലാണ് എത്തിയിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രിയാക്കുക മാത്രമല്ല, ആ കൂട്ടത്തിൽ ആഭ്യന്തരം ഉൾപ്പെടെയുള്ള പ്രധാന വകുപ്പുകളും രമേശ് ചെന്നിത്തല ചോദിക്കുന്നതായിട്ട് അറിയുന്നു. പക്ഷേ അങ്ങനെ ബലം പിടിച്ച് രമേശ് ചെന്നിത്തലയുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തകരാറുകളുണ്ടായി ബലം പിടിച്ച് സീറ്റുകൾ നേടാൻ ശ്രമിക്കുമ്പോൾ, സ്ഥാനമാനങ്ങൾ നേടാൻ ശ്രമിക്കുമ്പോൾ അത് ചിലപ്പോൾ ഗുണത്തേക്കാൾ ദോഷം ചെയ്യും. രമേശ് ചെന്നിത്തല ഇങ്ങനെ ഒരു ബാർഗെയിനിങ്ങുമായിട്ടാണ് തിരുവല്ലയിലോ ഹരിപ്പാടോ സ്ഥാനാർത്ഥിയാകുന്നതെങ്കിൽ അവിടെ ഉറപ്പായിട്ടും രമേശിനെതിരായി ഇഷ്ടംപോലെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഇഷ്ടംപോലെ ഘടകങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഉയർന്നു വരുന്നതിൻ്റെ കാരണം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ
രമേശ് ചെന്നിത്തല അല്ല കോൺഗ്രസ്സുകാരുടെ പൊതു സ്വീകാരനായ നേതാവല്ല, കേവലം ഒരു ഗ്രൂപ്പിൻ്റെ മാത്രം നേതാവാണ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവായിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ പരിമിതികളുണ്ട്. അവിടെ കോൺഗ്രസിൻ്റെ അകത്ത് സതീശനുമായിട്ടാണ് മത്സരിക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞാൽ സതീശനെ പിന്താങ്ങുന്നവരുടെ എതിർപ്പ് ചിലപ്പോൾ ഈ ഉദ്ദേശത്തോടെയാണ് വരുന്നതെന്ന് പുറത്തറിഞ്ഞാൽ ഉറപ്പായിട്ടും സതീശനെ പിന്താങ്ങുന്നവരുടെ എതിർപ്പ് രമേശിനെതിരായിട്ടുണ്ടാകും. മാത്രമല്ല, ആലപ്പുഴ ജില്ലയിൽ നിന്ന് മറ്റൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആഗ്രഹിച്ച് മോഹിച്ചു വരുന്ന ആളുണ്ട്. ഏത് സമയത്തും മുഖ്യമന്ത്രി ഏറ്റവും ടോപ്പിലേക്ക് രാഹുൽ ഗാന്ധിയുടെയോ സോണിയാഗാന്ധിയുടെയോ സാരിത്തുമ്പിലോട്ട് പിടിച്ചിറങ്ങി വരാൻ സാധ്യതയുണ്ട് KC വേണുഗോപാൽ. അപ്പോൾ KC വേണുഗോപാലുമായും സതീശനുമായും രമേശിന് മത്സരിക്കേണ്ടി വരും. ആ മത്സരത്തിൽ രമേശ് അടിപ്പെടുമോ? രമേശ് തനിക്ക് ഉദ്ദേശിക്കുന്ന ഒരു ക്രൗഡ് പുള്ളിംഗ് കപ്പാസിറ്റി ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുമായിട്ട് ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന, ഏറ്റവും കൂടുതൽ നല്ല ബന്ധം എന്ന് പറഞ്ഞില്ലേ പോലും പരിചയമുള്ള നേതാവാണ് രമേശ്. സതീശന് ആ പരിചയമുണ്ട്. KC വേണുഗോപാൽ ഇപ്പോൾ പരിചയം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സുധാകരന് വളരെ പരിചയമുണ്ട്. മുരളീധരൻ്റെ പരിചയമുണ്ട്. ആ കാറ്റഗറിയിൽപ്പെട്ട ഇഷ്ടംപോലെ നേതാക്കൾ കോൺഗ്രസ്സിലുണ്ട് പരിചയത്തിൻ്റെ പേരിലാണ്. പക്ഷെ മറിച്ച് ഇവിടെ സംഭവിക്കുന്നത്, രമേശ് ചെന്നിത്തല അവിടെ നിന്നും ഹരിപ്പാട് നിന്നും മാറാൻ തീരുമാനിച്ചാൽ അത് രമേശിനും ക്ഷീണമാകും, കോൺഗ്രസിനും ക്ഷീണമാകും. അതറിയണമെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ KC വേണുഗോപാൽ ആദ്യത്തെ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കായിരുന്നു. ആലപ്പുഴ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുകയാണ് ചെയ്തത്. അതിൻ്റെ കാരണം ആ തെരഞ്ഞെടുപ്പ് വിജയസാധ്യതയെക്കുറിച്ച് ആദ്യം സംശയമുണ്ടായിരുന്നു. പക്ഷേ അവിടെയാണ് ഷാനിമോൾ ഉസ്മാനെ നിർത്തുകയും ഷാനിമോൾ അവിടെ പരാജയപ്പെടുകയും ചെയ്തു. അതുപോലെ മറ്റൊരാളുണ്ട്, രമേശ് ചെന്നിത്തലയുടെ വിശ്വസ്തനായ ഷുക്കൂർ, അവിടുത്തെ DCC പ്രസിഡൻ്റായിരുന്നു, ആലപ്പുഴ MLA ആയിരുന്നു. തോമസ് ഐസക് അങ്ങോട്ട് മത്സരിക്കാൻ വരുന്നു എന്ന് കേട്ടപ്പോൾ ഒരു പാനിക് റിയാക്ഷൻ ഉണ്ടാവുകയും ആ റിയാക്ഷൻ്റെ ഫലമായിട്ട് അവിടുന്ന് ഷുക്കൂർ മാറി അരൂരിലേക്ക് മത്സരിക്കാൻ പോകേണ്ടി വരുന്നു. അവിടെയും തോക്കുന്നു, അരൂരും ഷുക്കൂർ തോക്കുന്നു. പക്ഷെ ഹരിപ്പാട് ജയിച്ചു. അപ്പോഴും ഹരിപ്പാട് നിലനിർത്താൻ ആർക്ക് പറ്റി? രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റി. അപ്പോൾ ഇങ്ങനത്തെ അണ്ടർ കറൻസ്, അടിയൊഴുക്കുകൾ, നമ്മളറിയാത്ത ക്രോസ് കട്ടിങ്സ്, നമുക്കറിയാൻ മേലാത്ത ഒത്തിരി കാര്യങ്ങൾ, ധാരണകൾ പാർട്ടികൾ തമ്മിലും പാർട്ടിക്കുള്ളിലും പുറത്തുള്ള വിരോധമുള്ള പാർട്ടികളുമായിട്ട് പോലും ചില ധാരണകൾ ചില നേതാക്കളുണ്ടാകും. തങ്ങളുടെ സ്ഥാനം ഉറപ്പിക്കാനുള്ള ഒരു കൊടുക്കൽ വാങ്ങൽ പല സ്ഥലത്തും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കും, ഇനിയും നടക്കും. അപ്പോൾ അങ്ങനെ ഒരു പതനത്തിലേക്ക് രമേശ് ചെന്നിത്തല ഇപ്പോൾ ഞങ്ങളുടെ അഭിപ്രായത്തിൽ, നമ്മുടെ സംസാരിക്കുന്നവർ പലരും രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു മാറ്റത്തിന് തയ്യാറായാൽ അത് തീർച്ചയായിട്ടും രമേശ് ചെന്നിത്തലയ്ക്കും ആത്മഹത്യാപരമാകും, കോൺഗ്രസിനും ആത്മഹത്യാപരമാകും. ഹരിപ്പാട് നിന്ന് പോരാടി ജയിക്കണ്ടേ? CR മഹേഷ് കരുനാഗപ്പള്ളിയിൽ ജയിച്ചത് എങ്ങനെയാണ്? പോരാടിയല്ലേ ജയിച്ച്, തോറ്റ സീറ്റിലല്ലേ ജയിച്ച്. അങ്ങനെ പോരാടി ജയിക്കാനുള്ള മനസ്സുള്ള കോൺഗ്രസ് നേതാക്കന്മാരുണ്ടെങ്കിൽ ഈ പ്രശ്നം തീർന്നു. ഹരിപ്പാട് ഒരിക്കലും രമേശിനെ നഷ്ടപ്പെടുകയില്ല. രമേശ് വേണ്ട രീതിയിൽ അതേസമയം ഞാൻ ഇവിടുന്ന് പോകാൻ ഉദ്ദേശിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഹരിപ്പാട് സീറ്റ് കോൺഗ്രസിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. രമേശിന് നഷ്ടപ്പെട്ടു, കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. അതിന് പകരം തോറ്റാലും ജയിച്ചാലും അവിടെ മത്സരിക്കുക. മുഖ്യമന്ത്രി സ്ഥാനമൊക്കെ പിന്നെ വരാനിരിക്കുന്ന എങ്ങനെ വരുമെന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ കാണട്ടെ. അപ്പം രമേശ് ചെന്നിത്തലയ്ക്ക് ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും ഇങ്ങനെയൊരു മാറ്റത്തിന് തയ്യാറായാൽ. തൽക്കാലം ഇത്രമാത്രം.